കേരളത്തിലെ BJP-യിൽ വലിയ അഴിച്ചുപണിക്കുള്ള കളമൊരുങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖർ MLA ആയതിനു ശേഷം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ സാധിക്കുന്നില്ലത്രേ. MLA-യുടെ പണി അത്രയ്ക്കുണ്ട്. മണ്ഡലം വികസനമാണ് പ്രധാനം. സർക്കാരിൽ നിന്ന് സഹായങ്ങൾ വാങ്ങിയെടുക്കാൻ സമയം വേണം. അതുകൊണ്ട് സഹായത്തിന് ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വേണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറുടെ അഭിപ്രായം. ഔദ്യോഗികമായി S. സുരേഷിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നതെങ്കിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പൊളിഞ്ഞുവെങ്കിലും ക്രിസ്ത്യാനികളെ ഉദ്ധരിക്കാനും BJP-യോട് അടുപ്പിക്കാനും വേണ്ടി ഷോൺ ജോർജിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കണമെന്നാണ് അഭ്യുതകാംക്ഷികൾ പറയുന്നത്. ക്രിസ്ത്യാനികളുടെ മൊത്ത വ്യാപാരിയായി അറിയപ്പെടുന്ന PC ജോർജും ഒന്നുമില്ലാതെ നിൽക്കുക, ഒരു സ്ഥാനവുമില്ല. ജോർജിനും ദേശീയ തലത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയാൽ നന്നായിരുന്നു. ഇതോടുകൂടി ജോർജും മകനും കൂടുതൽ കരുത്താർജിക്കുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂടുതൽ കടന്നുകയറ്റം നടത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഷോൺ ജോർജിനെ തലപ്പത്ത് കൊണ്ടുവരുന്നതോടുകൂടി വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയേ എന്ന അവസ്ഥ വരുമെന്ന ഭയമാണ് പാരമ്പര്യവാദികളായ BJP പ്രവർത്തകർക്കുള്ളത്. ഷോണിന്റെയും പിതാവ് PC ജോർജിന്റെയും പ്രവൃത്തി ദോഷം കൊണ്ട് BJP-യുമായി സൗഹൃദം പുലർത്തിയിരുന്ന ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പോലും BJP-യിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് കാണുന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ പച്ചത്തെറി വിളിച്ച പിതാവിനെ ന്യായീകരിക്കാൻ തട്ടിൽ മെത്രാപ്പോലിത്തയെ കാണുവാൻ പോയ ഷോണിനെ ഉപാധികളില്ലാതെ കണ്ട മെത്രാപ്പോലിത്തയ്ക്ക് വലിയ വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു സഭയിൽ നിന്ന്. പാർട്ടിയുടെ കമ്മിറ്റികളിൽ ആലോചിക്കാതെ ചില പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിലും ഷോൺ ജോർജിനെതിരെ ശക്തമായ വിമർശനം നിലനിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസ്താവന മുന്നണി നേതൃത്വമോ പാർട്ടി നേതൃത്വമോ അറിയാതെയാണ് അയാൾ നടത്തിയത്. പാർട്ടിയുടെ നയങ്ങളും മറ്റും പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് സമയമില്ലാത്തത് കൊണ്ട് വർക്കിംഗ് പ്രസിഡന്റിനെ ഏൽപ്പിക്കാം. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിയെ ക്ഷണിക്കാനും മറ്റും ഷോണിന് ആരാണ് അനുവാദം നൽകുന്നതെന്നാണ് പാരമ്പര്യവാദികളായ BJP-ക്കാരുടെ ചോദ്യം. ബാർക്കോഴ ആരോപണമുണ്ടായ കാലത്ത് അന്ന് ഉപാധികളില്ലാതെ കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുവാനും KM മാണിയെ ഗവർണറായിട്ടും ജോസ് കെ മാണിയെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായും നിയമിക്കാമെന്നും അന്നത്തെ BJP നേതൃത്വം KM മാണിയെ അറിയിച്ചിരുന്നുവെങ്കിലും തൽക്കാലം അതിനൊന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞതാണ് കേരള കോൺഗ്രസും KM മാണിയും. പിന്നീട് അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കുന്ന കാലത്തും ജോസ് കെ മാണിയെ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു. ജോസ് കെ മാണി അതും സ്നേഹപൂർവ്വം നിരസിച്ചു. ന്യൂനപക്ഷ മോർച്ച മുൻകൈയെടുത്താണ് അന്ന് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അക്കാലത്തെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫും പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KR ഉമാകാന്തനും V. മുരളീധരനും K. സുരേന്ദ്രനും ഒക്കെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചിരുന്നത്. ന്യൂനപക്ഷ മോർച്ച അക്കാലത്ത് സംഘടിപ്പിച്ചിരുന്ന 1-2 പരിപാടികളിൽ KM മാണിയും ജോസ് കെ മാണിയും മാറി മാറി പങ്കെടുത്തത് ചർച്ചയ്ക്ക് ഇടവരുത്തിയിരുന്നു. താമരമുട്ടുകൾ കൊണ്ട് തീർത്ത ബൊക്കെ കൊടുത്താണ് KM മാണിയെ വേദിയിലേക്ക് സ്വീകരിച്ചത്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞാണ് KM മാണി അന്ന് മാധ്യമങ്ങളെ നേരിട്ടത്. ഒരു മുന്നണി മാറ്റത്തിന് ചർച്ച തുടങ്ങി വെക്കാനുള്ള സമയമല്ല ഇത്. ഇപ്പോൾ ആ സ്ഥാനത്ത് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുക വഴി 2 കാര്യങ്ങളാണ് ഷോൺ ഉന്നം വെച്ചിരിക്കുന്നത്. ഒന്ന്, ജോസ് കെ മാണിയെ ഒന്ന് പരസ്യമായി കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുക. മുൻപ് എൻ്റെ മറ്റവിടത്തെ ജീവിതമെന്ന നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തിൽ ആരോപണ വിധേയനാക്കിയതിന് മധുര പ്രതികാരം എന്ന നിലയിലാണ് ഈ പരസ്യ പ്രസ്താവന എന്ന് വേണേ നമുക്ക് മനസ്സിലാക്കാം. അതിലും പ്രധാനമായിട്ടുള്ളത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മൊത്തക്കച്ചവടക്കാരനായി അറിയപ്പെടുന്ന പിതാവിനും പുത്രനും ക്രിസ്ത്യൻ സമൂഹത്തിൽ സ്വാധീനമുള്ള മറ്റൊരു വിഭാഗം അതിലേക്ക് കടന്നു കയറുന്നത് സഹിക്കാവുന്ന കാര്യമല്ല. അതിനെ തടയിടുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇയാൾ ചെയ്തത്. ഷോണോ പിതാവ് PC ജോർജോ ഒന്ന് ക്ഷണിച്ചാൽ പോകാൻ കാത്തിരിക്കുന്ന ആളുകളെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും മറ്റൊരു ഭാഗമാണ്. കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസ്യത അത് മുഴുവൻ കളഞ്ഞു കുളിച്ചിട്ടുള്ള ഈ പിതാവിനെയും പുത്രനെയും വിശ്വസിച്ച് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകുവാനുള്ള വിവരക്കേട് ജോസ് കെ മാണിക്കില്ല. ഷോണിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടിയിലെ കേന്ദ്ര നേതൃത്വത്തിലെ ചില നേതാക്കന്മാരെ കണ്ട് കാലുപിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലാപുരത്തും ഷോൺ എത്തിയിരുന്നു എന്നുള്ള കരക്കമ്പി നാട്ടിൽ പാട്ടാണ്. ഏതായാലും ഷോണിനെ ഏകഛത്രപതിയായി അവരോധിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്ന വ്യഗ്രത പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന പാരമ്പര്യവാദികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്.